ഒരു സ്റ്റാർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറച്ചുകൂടെ കളറാവില്ലേ? അപ്പോൾ ദാ ഇതുപോലെ കുറച്ച് ബാംബൂ സ്റ്റിക്സ് എടുക്കുക. ഇനി ബാംബൂ സ്റ്റിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലെടുത്താലും മതി. എന്നിട്ട് ദാ ഇതുപോലെ സ്റ്റാറിന്റെ ഷേപ്പിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഒരു കമ്പായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിക്നെസ് കൂട്ടാനായിട്ട് 3 കമ്പ് ഒരുമിച്ച് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ 5 സൈഡിലേക്കും 5 സെറ്റ് ഉണ്ടാക്കി എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ നോർമൽ കമ്പ് വെച്ചൊരു സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി അതിന്റെ മേലിൽ ഒരു കളർ പേപ്പർ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുമായിരുന്നു. ഇതിപ്പോൾ അതിന്റെ ഒരു മോഡേൺ വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കുറച്ച് നല്ല സ്ട്രോങ് പശയില്ലാതെ ഇത് ഒട്ടത്തില്ല. പിന്നെ ഒട്ടിച്ചതിന്റെ വൃത്തികേടൊന്ന് മാറാനായിട്ട് കോർണേഴ്സിൽ എല്ലാത്തിലും ജൂട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ത്രെഡ് ഒക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കാം. ഇനി ബാക്കിയൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇതിന്റെ സൈഡിൽ ഒരു ബോ പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ റെഡ് റിബൺ മാത്രമേ എന്റെ കയ്യിൽ ഉള്ളൂ, അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാനൊരു ബോ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഇതുപോലെ കുറച്ച് കളർ ബോൾസും പിന്നെ കുറച്ച് പൈൻ കോൺസും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്റെ കയ്യിൽ ഉള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. പിന്നെ ഒട്ടിക്കുന്ന ഒന്നും കാണിക്കാത്തത് ഞാൻ ഇരിക്കുന്നിടത്ത് പ്ലഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം നടന്നു പോയി വേണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമായിട്ട് എനിക്ക് തോന്നി. ഞാനിതെന്റെ ഡോറിലാണ് ഹാങ് ചെയ്തിട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളൂ.